ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ദിവംഗതനായ മലങ്കരയുടെ യാക്കോബ് പ്രധാനായും ശ്രേഷ്ഠ പിതാവുമായ മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ ദീർഘവീക്ഷണത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി രൂപീകൃതമായ സെൻറ് തോമസ് ധ്യാന കേന്ദ്രം ഇപ്പോൾ അഭിമന്യ പിതാവായ മാത്യൂസ് മാർ അഫ്രേം തിരുമനസിനാൽ നേതൃത്വം നൽകി നയിക്കപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന വചന ശുശ്രൂഷയിൽ എനിക്കും പങ്കാളിയാകുവാൻ ദൈവം ഒരുക്കിത്തന്ന ഈ വലിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്നത്തെ ചിന്തയ്ക്കായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വചനം ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 21-ാം വാക്യമാണ്. അതിപ്രകാരമാകുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ പഠിക്കുമ്പോൾ ഗിരിപ്രഭാഷണമെന്ന് അറിയപ്പെടുന്ന 5 മുതലുള്ള അധ്യായങ്ങളും തുടർന്നുള്ള ഭാഗങ്ങളും കർത്താവായ യേശുക്രിസ്തു ജനത്തെ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും ഈ ലോകത്തിൽ ജീവിച്ച് ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ തുടർന്ന് എന്താണ് ലഭിക്കുന്നതെന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ്. കർത്താവ് കൽപ്പിച്ചരുൾ ചെയ്ത വചനങ്ങൾ അത് വിശുദ്ധ മത്തായി ശ്ലീഹ പരിശുദ്ധാത്മ നിറവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വചനങ്ങളാണ് ഈ ഭാഗങ്ങൾ. അതിൽ കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുള്ള വചനമാണ്: എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, അത് സ്വർഗരാജ്യമാണ്. അത് മനുഷ്യനായി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം, അതായത് ഈ ലോകത്തിൽ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ആയുസ് ക്രമപ്പെടുത്തി ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താ വിഷയം ആരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാകുന്നു. പൂർവ്വപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണമെന്ന്. അതിലൊന്നാമത്തേത് മരണമാകുന്നു. മരണത്തെക്കുറിച്ച് എപ്പോഴും മനുഷ്യൻ ഓർത്തുകൊണ്ടിരിക്കേണ്ടതാകുന്നു. അർത്ഥാൽ മരണത്തിനായി ഒരുങ്ങിയിരിക്കേണ്ടതാകുന്നു. ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന മനുഷ്യൻ മരണത്തെ അഭിമുഖീകരിച്ചേ മതിയാകുകയുള്ളൂ. പ്രിയരെ, മരണത്തിനായി ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കേണ്ടിയിരിക്കുന്നു. മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ ഒരിക്കലും അഹംഭവിക്കുവാനോ നിഗളിക്കുവാനോ പാപത്തിലേക്ക് വീഴുവാനോ ഇടവരികയില്ല. ആയതുകൊണ്ട് മരണത്തിനായി നാം ഒരുങ്ങിയിരിക്കണം. മരണം മൂലം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ, അതിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. ഈ ന്യായവിധി നടക്കുന്നത് ഈ ലോകത്തിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെ ആസ്പദമാക്കിയാകുന്നു. ആ ന്യായവിധിയെ ഞാൻ നേരിടേണ്ടിയിരിക്കുന്നു. ഈ ന്യായവിധിക്ക് ശേഷം 2ആയി തിരിക്കുന്നു. അതിൽ വലതുഭാഗത്തുള്ളവരോട് കർത്താവ് കൽപ്പിക്കുന്നു: അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കിയിരിക്കുന്ന നിത്യ സന്തോഷം, സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കിക്കൊള്ളുവീനെന്ന്. എന്നാൽ ഇടത്ത് ഭാഗത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവന് സന്തതിക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പ്രവേശിക്കുവീൻ എന്ന് അവരോട് കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സ്വർഗീയ സൗഭാഗ്യമാണ്. നിത്യനരകം ഒരുക്കിയിരിക്കുന്നത് പിശാചിന് വേണ്ടിയാണ്. പിശാചിനോട് കൂടെ നടക്കുന്നവൻ നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെടുവാൻ ഇടയായിത്തീരും. ആയതുകൊണ്ട് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായ
പരമപ്രധാനമായ ലക്ഷ്യമായ സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കുക എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ക്രമപ്പെടുത്തണം. ആ ലക്ഷ്യത്തിലെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ചെന്നെത്തുന്നത് നിത്യാഗ്നിയിലാണെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആയതിനുള്ള യോഗ്യത നേടുവാൻ വേണ്ടിയാണ് ഈ വചന ശുശ്രൂഷകൾ, ആരാധനകൾ, മറ്റ് ശുശ്രൂഷകളെല്ലാം ക്രമപ്പെടുത്തി തന്നിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് മാത്രം നമുക്ക് സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കുവാൻ സാധ്യമായി തീരുമോ? നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ ശുശ്രൂഷകൾ, ആരാധനകൾ ഇതുകൊണ്ട് മാത്രം സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരുകയില്ല. പ്രിയപ്പെട്ടവരെ, വായിച്ച കുറിവാക്യത്തിൻ്റെ അടുത്ത വാക്യം വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഏറെ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ കർത്താവ് അവരോട്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് കൽപ്പിക്കുക മാത്രമല്ല, എന്നെ വിട്ടു പോകുവീൻ എന്ന ആ കൽപ്പനയാണ് അവിടെ കേൾക്കുവാൻ സാധിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് കർത്താവ് കൽപ്പിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, അതെ, ദൈവനാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ദൈവനാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം അതെ അധർമ്മം, പാപം ഉള്ളിൽ വെച്ച് കൊണ്ടായിരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അധർമ്മം, പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് നീ എത്ര പ്രവർത്തിച്ചാലും എൻ്റെ ദൈവത്തിന് നിന്നെ കാണുവാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം നിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദൈവ ഇഷ്ടം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തേജസ് വിളങ്ങുന്ന മാലാഖമാരോട് കൂടെ, വിശുദ്ധന്മാരോട് കൂടെ ദൈവത്തെ, കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുന്ന ആ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എത്തപ്പെടുവാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ആയതിനായി നമുക്ക് സമർപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന് എല്ലാവരെക്കുറിച്ചും ഒരു ലക്ഷ്യമുണ്ട്. എന്നാൽ ഓരോരുത്തരെക്കുറിച്ചും വിവിധ ലക്ഷ്യങ്ങളാണുള്ളത്, വിവിധ ഇഷ്ടങ്ങളാണുള്ളത്. ചിലർക്ക് പ്രാർത്ഥിക്കുവാനുള്ള വരമുണ്ട്, ചിലർക്ക് പ്രസംഗിക്കുവാനുള്ള വരമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വരങ്ങൾ ലഭിക്കുമ്പോൾ, ഓരോരുത്തരെയും ദൈവം ഓരോന്നായി എടുത്ത് വിനിയോഗിക്കുമ്പോൾ സകലരെയും കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. ശുദ്ധമുള്ള യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം: മരിക്കുന്നവൻ്റെ മരണത്തിന് എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. യെഹെസ്കേൽ പ്രവചനം 18:23: ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യം. അർത്ഥാൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും വരണമെന്നാണ് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും വന്നില്ലെങ്കിൽ ദൈവം ഒരുക്കുന്ന നിത്യസൗഭാഗ്യം അത് അവകാശമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുകയില്ല. പ്രവാചകന്മാർ പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ. കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സ്ലീഹന്മാർ പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ. ഇന്നും ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നത് മാനസാന്തരത്തിന് വേണ്ടിയാണ്.
ഒരു യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും മാറ്റപ്പെടുവാൻ ഇടയായിത്തീരണം. മാനസാന്തരം സഭ മാറുന്നതോ, കൂട്ടായ്മ മാറുന്നതോ, ഇടവക മാറുന്നതോ, പ്രവൃത്തികൾ മാറുന്നതോ മാനസാന്തരമല്ല. എന്നാൽ യഥാർത്ഥ മാനസാന്തരം എന്നത് പിശാചിൻ്റെയും പാപത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നുള്ളതാ യഥാർത്ഥ മാനസാന്തരം. എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കൽവറിയുടെ ഉന്നതങ്ങളിൽ തകർക്കപ്പെട്ടു എന്ന തിരിച്ചറിവ്, അതെ, ഞാൻ ഇനി അവൻ്റെ വകയാണെന്നുള്ള തിരിച്ചറിവോടെ എന്നെ തന്നെ കർത്താവിനായി സമർപ്പിക്കുക എന്നുള്ളതാ യഥാർത്ഥ മാനസാന്തരം. ഈ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടിട്ടുണ്ടോ? അവരവർ ചിന്തിക്കുക, വിലയിരുത്തുക. ഒന്നാമതായി എൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ഈ ലോക ജീവിതത്തിൽ എപ്പോഴും തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് വരുന്ന തെറ്റുകളെ തിരിച്ചറിഞ്ഞ് പരിശോധിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ആയതിനായി സഭ വിശുദ്ധ കുംഭസാരം നമുക്ക് ക്രമപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ അഭിഷിക്തനായ പുരോഹിതന് മുന്നിൽ നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിനക്ക് യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഒന്നാമതായി ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ മാനസാന്തരമാണ്. രണ്ടാമതായി സ്വർഗരാജ്യം പിന്നെ ആർക്കാണ് അവകാശമാക്കുവാൻ സാധ്യമായിത്തീരുന്നത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 35 വരെയുള്ള വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവായ യേശുക്രിസ്തു ശമരിയ സ്ത്രീയുടെ അരികിൽ, അതായത് നട്ടുച്ചയ്ക്ക് വെള്ളം കോരുവാൻ വന്ന ശമരിയ സ്ത്രീയുമായി സംസാരിക്കുന്നത് നമുക്ക് പരിചിതമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ഭാഗം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്, ശമരിയ സ്ത്രീ തൻ്റെ കർത്താവിനുമായി സംസാരിക്കുകയും കർത്താവിനെ തിരിച്ചറിയുകയും അവനെ ഉള്ളത്തിൽ സ്വീകരിക്കുകയും, ആ സ്ത്രീ താൻ കണ്ട കർത്താവിനെ, താൻ തിരിച്ചറിഞ്ഞ കർത്താവിനെ തൻ്റെ ഭവനത്തിൽ പോയി ഭവനക്കാരെയും ദേശക്കാരെയും അറിയിക്കുകയും അവർ ആ ദേശക്കാരെയും അറിയിക്കുക മാത്രമല്ല അവരെ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയത്ത് തൻ്റെ ശിഷ്യന്മാർ ആഹാരം വാങ്ങുവാൻ പട്ടണത്തിൽ പോയിരിക്കുകയായിരുന്നു. പട്ടണത്തിൽ നിന്ന് ആഹാരവുമായി മടങ്ങി വന്ന ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിക്കുന്നു, നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അത്രേ എൻ്റെ ആഹാരം. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്? ഈ ശമരിയ സ്ത്രീ എൻ്റെ കർത്താവിനെ തിരിച്ചറിയുകയും അവനെ ഉള്ളത്തിൽ സ്വീകരിക്കുകയും അനേകരെ ആ സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്ത ആ പിതാവിൻ്റെ ഇഷ്ടം അത് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് യഥാർത്ഥമായും കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലും പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന, ഇന്നത്തെ സകല പ്രാർത്ഥനകളുടെയും ആധാരമായിരിക്കുന്ന ഈ കർത്തൃപ്രാർത്ഥന ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചു. എന്താണ് അവിടെ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. പ്രിയ സഹോദര സഹോദരി, ഞാൻ മുഖാന്തിരം എൻ്റെ കർത്താവിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് അനുദിനം പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ പരിശോധിക്കണം, ഞാൻ മുഖാന്തിരം എൻ്റെ കർത്താവിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടുകയാണോ അതോ ദുഷിക്കപ്പെടുകയാണോ? വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു, നിൻ്റെ രാജ്യം വരേണമേ, നിൻ്റെ രാജ്യം വരേണമേ. പ്രിയരെ, സ്വർഗരാജ്യം നിന്നിലും നീയായിരിക്കുന്ന ഭവനത്തിലും ആയിത്തീരണമെന്നാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്.
ഞാനായിരിക്കുന്ന ഭവനത്തിൽ, ഞാനായിരിക്കുന്ന കൂട്ടായ്മയിൽ, ഞാനായിരിക്കുന്ന ഇടവകയിൽ, ഞാനായിരിക്കുന്ന ദേശത്ത് സ്വർഗരാജ്യം നിറവേറുവാൻ ഇടയായിത്തീരണം. ഇതിന് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതം? വീണ്ടും പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിലെ പോലെ തിരുവിഷ്ടം ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവിഷ്ടം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. വീണ്ടും പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിന് തൊട്ട് മുൻപ് ഗത്സമന തോട്ടത്തിൽ അതിവ്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന്. അപ്പോൾ തന്നെ കർത്താവ് പറയും, അല്ല പിതാവേ, അവിടുത്തെ ഇഷ്ടം നിറവേറണമെന്ന്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ സമർപ്പണം ഇതായിരിക്കണം. പിതാവിൻ്റെ ഇഷ്ടം അതെന്നിലൂടെ നിറവേറുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. അതിന് നമുക്ക് സാധ്യമാകണം. ദൈവ തിരുവിഷ്ടം പ്രവർത്തിച്ച് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് ആ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ആയതിനായി നമുക്ക് സമർപ്പിക്കാം. ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഓരോ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഒരാൾക്ക് പ്രസംഗിക്കുവാനുള്ള വരമാണ് കൊടുത്തതെങ്കിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള വരമാണ് കൊടുത്തത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഓരോരുത്തർക്കും വിവിധ കഴിവുകൾ ദൈവം കൊടുക്കുമ്പോൾ എല്ലാവരെക്കുറിച്ചും ദൈവത്തിനൊരു താല്പര്യമുണ്ട്, ഒരിഷ്ടമുണ്ട്. ആ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം, പുത്രനെ നോക്കിക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതെ, ഞാൻ നിത്യജീവനെ അവകാശമാക്കണമെന്നുള്ളതാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ആ നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ ഒന്നാമതായി പുത്രനെ നോക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കണം. എൻ്റെ കർത്താവ് സ്വർഗം വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച് ഒരു മാതൃക വെച്ചേച്ച് പോയിട്ടുണ്ട്. ഈ മാതൃകയെ പിൻപറ്റുവാൻ സാധിക്കുക എന്നുള്ളതാ പുത്രനെ നോക്കിക്കൊണ്ടുള്ള ജീവിതം. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ കർത്താവ് അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതാ യഥാർത്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പുത്രനെ നോക്കിക്കൊണ്ടുള്ള ജീവിതം. പുത്രനെ നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം. അവൻ വിശക്കുന്നവൻ അപ്പമായിരുന്നു, അവൻ കുരുടന് കാഴ്ചയായിരുന്നു, അവൻ മുടന്തന് സൗഖ്യമായിരുന്നു, കുഷ്ഠരോഗിക്ക് സൗഖ്യമായിരുന്നു. തന്നെ ദ്രോഹിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി അഭയയാചന നടത്തുന്ന, തന്നെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി അഭയയാചന നടത്തുന്ന ആ മാതൃകയെ പിൻപറ്റുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കുവാൻ, നിത്യജീവൻ അവകാശമാക്കുവാനുള്ള ഒരേ ഒരു വഴി. വീണ്ടും അവൻ ഓർപ്പിക്കുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നു. എൻ്റെ ജീവിതത്തിൽ അവനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ തിരിച്ചറിവോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ വ്യക്തമായ നിർവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ആശിക്കുവാനുള്ളത്, ആഗ്രഹിക്കുവാനുള്ളത് സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ഈ സ്വർഗീയ സൗഭാഗ്യം ഞാൻ അവകാശമാക്കും എന്ന ആ ഉറപ്പ് ഈ ലോക ജീവിതത്തിൽ പ്രാപിക്കുവാൻ സാധിക്കുക എന്നുള്ളതാ യഥാർത്ഥമായ വിശ്വാസം. അതെ, എൻ്റെ കർത്താവ് സ്വർഗം വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ വിശ്വസിക്കണം.
അവൻ തൻ്റെ 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച് ഒരു മാതൃക എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കണം. പോരാ, അവൻ കാൽവറിയുടെ ഉന്നതങ്ങളിൽ തന്നെ തകർത്തുകൊണ്ട് അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇത് ഞാൻ വിശ്വസിക്കണം. പോരാ, റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രകളെ തകർത്തുകൊണ്ട് അവൻ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് ഇന്നും എനിക്ക് വേണ്ടി അഭയയാചന നടത്തുന്നു. അതെ, അപ്പാ പിതാവേ വെട്ടല്ലേ എന്ന് അവൻ യാചിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഞാൻ നിലനിൽക്കുന്നത് എന്ന ആ തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിലുണ്ടാകണം. പോരാ, അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരുമ്പോൾ ഞാനും അവനോടൊപ്പം പറന്നുയരുമെന്ന ആ ഉറപ്പ് പ്രാപിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് വിശ്വാസം എന്നത്. പ്രിയപ്പെട്ടവരെ, പുത്രനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ നിലനിൽക്കുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിത്യജീവനെ അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. അതെ, രണ്ടാമതായി പിതാവിൻ്റെ ഇഷ്ടം നിത്യജീവനെ അവകാശമാക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ 17:3 പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. യഥാർത്ഥമായി കർത്താവിനെ ഒന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, 2 നിത്യജീവനെ അവകാശമാക്കണം. മൂന്നാമതായി 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതിൻ്റെ 7ാമത്തെ വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കായിട്ടല്ല വിശുദ്ധീകരണത്തിനായിട്ട് തിരയെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നവരായി മാറണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതെ, അവൻ അനുദിനം വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അവൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഹൃദയത്തെ വിശുദ്ധീകരിച്ച് നിർമ്മലമായൊരു ഹൃദയം ജീവിതത്തിൽ അതെ നിർമ്മലമായൊരു ഹൃദയമുള്ളവരായി കർത്താവിന് വസിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഹൃദയത്തെ ഒരുക്കുന്നവരായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കണം. വിശുദ്ധീകരണം പ്രാപിക്കണം. മൂന്നാമതായി വിശുദ്ധിയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ മുന്നോട്ട് പോവുകയാണ്. 4ാമതായി 1 തെസ്സലോനിക്കർ 5:16 അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എപ്പോഴും സന്തോഷിക്കണം. എപ്പോഴും സന്തോഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാകണം. പ്രതിസന്ധികളിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകണം. എപ്പോഴും സന്തോഷിക്കണം. എന്തുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും സന്തോഷിക്കുന്നു? എങ്ങനെ അവന് സന്തോഷിക്കുവാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുമ്പോഴുണ്ടാകുന്ന തേജസ് വിളങ്ങുന്ന സ്വർഗീയ സൗഭാഗ്യം, അതെ, മാലാഖമാരോടുകൂടെ വിശുദ്ധന്മാരോടുകൂടെ ആ സ്വർഗീയ സൗഭാഗ്യത്തിലായിരിക്കുന്ന ആ അവസ്ഥയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് ലഭിക്കുവാൻ പോകുന്ന ആ വലിയ സന്തോഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും കഷ്ടത വന്നാലും അതിനേക്കാൾ ഉപരിയായി എനിക്ക് ദൈവമൊരുക്കുന്ന നിത്യ സന്തോഷമുണ്ടെന്ന തിരിച്ചറിവോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഒരുവന് സന്തോഷിക്കുവാൻ സാധിക്കുന്നത്. ആ സ്വർഗീയ സൗഭാഗ്യത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ ലോക ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും 4ാമതായി ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന അനുഭവം ജീവിതത്തിലുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതമുണ്ടാകണം. എൻ്റെ കർത്താവ് അവസാനമായി തന്ന കൽപ്പനയാ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നത്. കൽവറിയിലേക്ക് ക്രൂശൻ ചുമന്നുകൊണ്ട് ഭാരത്തോടെ മുന്നേറുമ്പോൾ തൻ്റെ പിന്നാലെ കരഞ്ഞു കൊണ്ടുവരുന്ന യെരൂശലേം പുത്രിമാരെ നോക്കിക്കൊണ്ട് കർത്താവ് കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അന്ന് യെരൂശലേം പുത്രിമാരോട് കൽപ്പിച്ചുവെങ്കിൽ ഇത് നമ്മോടും കൂടിയുള്ള കൽപ്പനയാണ്.
ഈ കൽപ്പന അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. മക്കളെ ചൊല്ലി കരയണം. തലമുറയെ ചൊല്ലി കരയുന്നവരായി ഞാനും നിങ്ങളും മാറണം. മക്കളെ ചൊല്ലി കരയുന്നവരായി ഞാനും നിങ്ങളും മാറണം. ഇന്ന് തലമുറ വഴിപിഴച്ചു. തലമുറയ്ക്ക് വേണ്ടി കരയാൻ ഇന്ന് ആളില്ലാതെ വരുന്നു. തലമുറയെ ചൊല്ലി കരയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. വീണ്ടും പ്രിയരെ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. 1 തെസ്സലോനിക്കർ 5:18 എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ കർത്താവ് അറിഞ്ഞും അനുവദിച്ചിട്ടുമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ആ തിരിച്ചറിവോടെ, അവൻ അറിഞ്ഞും അനുവദിച്ചും എനിക്ക് വരുന്ന പ്രതിസന്ധികൾ അതെൻ്റെ നന്മയ്ക്കാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ നമുക്ക് സാധിക്കുന്നത്. എൻ്റെ ദൈവം അറിഞ്ഞും അനുവദിച്ചും എനിക്ക് തരുന്ന പ്രതിസന്ധികൾ അത് നന്മയ്ക്കായി തീരുമെന്ന വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നവോമിയുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. എന്നാൽ ആ പ്രതിസന്ധിയുടെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ മരുമകളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിലേക്ക് സ്ഥാനം പിടിക്കുക മാത്രമല്ല, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന അനുഭവം അവളുടെ ജീവിതത്തിലുണ്ടായി എങ്കിൽ, പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിൽ പതറാതെ ദൈവത്തിൽ സമർപ്പിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിച്ചതുകൊണ്ട് ആയതുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വായിച്ച വാക്യം ഇങ്ങനെയാ: എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. നമ്മൾ പരിശോധിച്ചു, ആർക്കാണ് സ്വർഗരാജ്യം അവകാശമായി ലഭിക്കുന്നത്? 1, മാനസാന്തരത്തിൻ്റെ അനുഭവമുള്ളവൻ. 2, നിത്യജീവനെ അവകാശമാക്കിയവൻ. നിത്യജീവനെ അവകാശമാക്കുവാൻ, അതെ, പുത്രനെ നോക്കിക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. 3, അനുദിനം വിശുദ്ധീകരണം പ്രാപിക്കണം. 4, എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാകണം. 5, ഇടപെടാതെ പ്രാർത്ഥിക്കണം. 6, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം ഒരുക്കുന്ന നിത്യസൗഭാഗ്യം അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. പ്രിയപ്പെട്ടവരെ, ഒന്നുപോലും നഷ്ടപ്പെടാതെ നിത്യതയുടെ തുറമുഖത്ത് നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ഒരുക്കുന്ന സ്വർഗീയ സൗഭാഗ്യം അവകാശമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അധികം സ്നേഹമുള്ള ദൈവമക്കളെ, പ്രിയപ്പെട്ട സജി സഹോദരനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മൾ സംസാരിച്ചു. സ്വർഗത്തിലെത്തിച്ചേരാൻ നാം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗം, നരകം, മരണം, ന്യായവിധി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ പരമമായ ലക്ഷ്യം സ്വർഗമാണ്. അതിനുവേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യേശു തമ്പുരാൻ, പരമപരിശുദ്ധൻ, ഒരു തെറ്റും ചെയ്യാത്ത തമ്പുരാൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർന്നു. വിശുദ്ധ യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവമക്കളെ, നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ, സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമായിട്ടുണ്ട്. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. വചനം പറഞ്ഞ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമുക്ക് അടുത്ത ബുധനാഴ്ച 29, 30, 31 ഫെബ്രുവരി 1, 2 തീയതികളിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ വാർഷിക കൺവെൻഷനാണ്. 19ാമത് വാർഷിക കൺവെൻഷൻ. അതിനുവേണ്ടി ദൈവമക്കൾ ജാഗരിച്ച് പ്രാർത്ഥിക്കുകയും വന്ന് സംബന്ധിക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഫെബ്രുവരി 5-ാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ്. ധാരാളം മക്കൾ കടന്നു വന്ന് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്വർഗത്തിൻ്റെ മക്കളായി ജീവിക്കുകയാണ്. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് അനേകരെ ഒരുക്കാൻ ഈ ധ്യാനം മുഖാന്തരമായി തീരാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് സഹകരിക്കണമേ എന്നും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനമുണ്ട്. ആ ധ്യാനത്തിലേക്കും കടന്നു വരിക. നമ്മുടെ ശ്രേഷ്ഠ പിതാവ് നമ്മോട് കൂടെയില്ല. ശ്രേഷ്ഠ പിതാവ് നനച്ച് വളർത്തിയ ധ്യാനകേന്ദ്രമാണ്. ഇപ്പോൾ അഭിയന്യ മാത്യുസ് മറപ്രയും തിരുമനസ്സുകൊണ്ട് ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഓൺലൈൻ ധ്യാനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഈ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാരോൺ മിനു ദമ്പതികളാണ്. ഷാരോൺ മിനു ദമ്പതികൾ. അവരുടെ നല്ല ആവശ്യം ദൈവം തമ്പുരാൻ കണ്ടറിഞ്ഞ് നൽകാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ദാനമായി നൽകിയ കുഞ്ഞ് ദൈവാനുഭവത്തിൽ വളരാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. രണ്ടുപേരുടെയും മാതാപിതാക്കളെല്ലാം ദൈവാനുഭവത്തിൽ സാക്ഷ്യത്തോടെ ജീവിക്കാൻ ദൈവമേ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സകലവും കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ ഏറ്റവും വിനയത്തോടെ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.